അറിവിന്റെ പൊന്നോണം ഇത്തവണ CC-യോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബജറ്റ് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8589083568. ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഞാൻ അമൃത. അപ്പോൾ മിസ്സേ, നമ്മുടെ JLT പരീക്ഷ വരാനിരിക്കുകയാണ് അല്ലെ? അപ്പൊ അവസാന ഘട്ട ഒരുക്കത്തിലാണ് കുട്ടികളെല്ലാവരും. അപ്പൊ കുറെ അധികം ജില്ലകളിലേക്ക് അല്ലെങ്കിൽ കുറെ അധികം വേക്കൻസികളുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് JLT എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷാ സമയത്ത് അവസാനവട്ടം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മുടെ കയ്യിലൊരു ബൂസ്റ്റർ ടൈം ടേബിൾ ഉണ്ട്. ഈ ടൈം ടേബിൾ അനുസരിച്ച് 10 ദിവസത്തെ ലൈവ് ക്ലാസ് ആണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം പഠിക്കുക എന്നുള്ളത്, അതായത് ഓരോ മൊഡ്യൂളിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് ഈ അവസാന വട്ടം നമുക്കൊന്ന് ഒരുങ്ങാം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാ സിലബസ്? എത്ര മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്? അതായത് ഹിന്ദിക്ക് ടോട്ടൽ 7 മൊഡ്യൂൾസ് ആണുള്ളത്. അതേപോലെ തന്നെ 20 മാർക്സിന്റെ ജനറൽ പേപ്പറും ഉണ്ട്. ജനറൽ പേപ്പർ എന്ന് പറയുമ്പോൾ റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അടങ്ങുന്ന ഒരു ജനറൽ പേപ്പർ കൂടിയുണ്ട്. അതിന് വന്നിട്ട് 20 മാർക്സ് ആണ് ഉള്ളത്. അപ്പൊ ജനറൽ പേപ്പറിൽ 20 മാർക്സ് ഉണ്ട്. അപ്പൊ മറ്റ് 80 മാർക്ക് എന്ന് പറയുന്നത് 7 മൊഡ്യൂൾ ആയിട്ടാണോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ബാക്കി 80 മാർക്സിന്റെ 7 മൊഡ്യൂൾസ് ആണുള്ളത്. അതിലിപ്പോ ഫസ്റ്റ് മൊഡ്യൂൾ ആവട്ടെ നമുക്ക് സൂഫി കാവ്യ അഥവാ ആദികാലാണ് അടങ്ങിയിരിക്കുന്നത്. അതേപോലെ സെക്കൻഡ് മൊഡ്യൂൾ വന്നിട്ട് നമ്മുടെ ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗാണ് അടങ്ങിയിരിക്കുന്നത്. തേർഡ് മൊഡ്യൂൾ കുറച്ച് ലെങ്തി മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ദിവസമായിട്ടാണ് നമ്മൾ ക്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഓർഡറിൽ തന്നെ പഠിക്കണം നിർബന്ധമുണ്ടോ? അതായത് ഇപ്പൊ ആദ്യ കാലങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു, അതിങ്ങനെ ഒരു ഓർഡർ തന്നെയാണോ അത് പഠിക്കാനും? ഈ മൊഡ്യൂൾസ് വന്നിട്ടൊരു ഓർഡർ തന്നെയാണ്. അത് മാത്രമല്ല ഫസ്റ്റ് 4 മൊഡ്യൂൾസിന് അധികം മാർക്ക് വെയിറ്റേജ് ഉണ്ട്. 12 മാർക്സ് ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾസ് ആകുമ്പോഴേക്കും 10 മാർക്സിന്റെ വെയിറ്റേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ക്ലാസ് വരുന്നത് 2 മണിക്കൂറാണ്. അതായത് 10 ദിവസം കൊണ്ട് 2 മണിക്കൂർ വെച്ച് മൊത്തം 20 മണിക്കൂറിൽ 100 മാർക്കിനുള്ള ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മിസ് പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് കൂടുതലുള്ള പാർട്ടുകളാണ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആണ് 1, 2, 3, 4. അപ്പൊ ആദ്യത്തെ 4 മൊഡ്യൂളില് വരുന്നത് 12 മാർക്ക് വീതവും, ദെൻ 5, 6, 7, 10 മാർക്ക് വീതവും. അപ്പൊ അങ്ങനെയാണ് ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മുൻകാല ചോദ്യങ്ങളിലെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയല്ലേ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നത്? തീർച്ചയായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവിടെ നിന്നായിരിക്കും നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി എടുത്ത് അത് കുട്ടികൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. മിസ് അതേപോലെ തന്നെ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയല്ലേ നമ്മൾ ക്ലാസ് പോകുന്നത്? തീർച്ചയായും ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ പോവുകയായിരിക്കും. ഓക്കെ. അപ്പോൾ ഓരോ മൊഡ്യൂളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ എടുത്ത് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒരു മൊഡ്യൂള്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും ഇതെങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഈ 2 മണിക്കൂർ കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം. ഇനി ഈ അവസാന ഘട്ടത്തിൽ നമുക്ക് വലിച്ചു വാരി കുറേ പഠിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് തന്നെ. അപ്പോൾ മിസ് സാധാരണ PSC പരീക്ഷയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. കണ്ടിട്ടുണ്ടല്ലോ ജനറൽ ആയിട്ട്. ഇപ്പൊ LD പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 4 സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിട്ട് അതിൽ ശരി ഏത് തെറ്റ് ഏത് അങ്ങനെയൊക്കെ പറയട്ടെ. മേ ബി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ഈ ഹിന്ദിയിലൊക്കെ? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറിൽ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതായത് ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആണോ സെക്കൻഡ് ഓപ്ഷൻ ആണോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലും ജനറൽ പേപ്പറിലാണ് വരുന്നത്. അല്ലാതെ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. ഇല്ല. ഹിന്ദിയായിട്ടും കൂടുതലും ഒബ്ജക്റ്റീവ് ഡയറക്ട്ലി ചോദിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഒരു കവിതയുടെ പേര് എന്നിട്ട് ഈ കവിത ആരാണ് എഴുതിയത്, ചിലപ്പോ അതേ പേരിലുള്ള കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാകും.
ഓക്കെ, അപ്പൊ അങ്ങനത്തെ ടൈപ്പ്. അപ്പൊ അതുപോലെ കവികളൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ? കുറേ അധികം കവിതകളും അതുപോലെ തന്നെ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട നോവലുകളുടെ പേരായാലും ഇതൊക്കെ കുറെ അധികം പഠിക്കാനുണ്ടാകും. ഇതൊക്കെ ശരിക്കും നമ്മൾ പഠിച്ച ഇതില് ഇപ്പൊ സാഹിത്യാചാര്യ പോലെയുള്ള കോഴ്സുകൾ പഠിച്ചവർക്കൊക്കെ ഇത് എഴുതാൻ പറ്റൂല ഈ ഒരു പരീക്ഷ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത്? അല്ലാതെ പുതിയതായിട്ട് സിലബസ് പുതിയ കാര്യങ്ങളാണോ? അതായത് ഒന്നില്ലെങ്കിൽ ഒരു BA പഠിച്ചവരോ അല്ലെങ്കിൽ ഒരു BEd ചെയ്തവരോ അതല്ല സാഹിത്യാചാര്യ പോലെയുള്ള കോഴ്സുകൾ ചെയ്തവരോ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെയല്ലേ ഇതെല്ലാം? അതെ അതെ, തീർച്ചയായും പഠിച്ചു വന്ന ടോപ്പിക്ക് തന്നെയായിരിക്കും എക്സാംസിന് വരുന്നത്. പക്ഷെ ചോദ്യങ്ങളുടെ ലെവൽ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യങ്ങളുടെ ലെവൽ മാറുമ്പോഴേക്കും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും കൺഫ്യൂസിങ് ഓപ്ഷൻ തന്നെയാണ് അല്ലെ? അപ്പോൾ ഇവിടെ മിസ് പറഞ്ഞ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് സംശയം വരുന്നത് ഓപ്ഷൻസ് കാണുമ്പോഴാണ്. പലപ്പോഴും നമുക്ക് ഉത്തരങ്ങൾ അറിയാം, പെട്ടെന്ന് നമ്മൾ ഉത്തരം പറഞ്ഞു പോകും, ചിലപ്പോൾ മനസ്സിലൊക്കെ പറഞ്ഞു പോകുമെങ്കിലും ഓപ്ഷൻസ് കാണുമ്പോൾ അയ്യോ A ആണോ B ആണോ എന്നുള്ളത് നമുക്ക് എപ്പോഴും സംശയം വരുന്നതാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് വിത്ത് ഓപ്ഷൻ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് മിസ് പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് B ഓപ്ഷൻ ആയില്ല, എന്തുകൊണ്ട് A ആണ് ഉത്തരം, അങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലെയും ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ പരീക്ഷ വന്ന് നിൽക്കുന്നത് ഈ ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഈ ഒരു ഓണക്കാലത്ത് 18-ാം തീയതി മുതലാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ചുകൾ ആരംഭിക്കുന്നത്. 18-ാം തീയതി മുതൽ 28-ാം തീയതി വരെ 10 ദിവസങ്ങളിലായിട്ടാണ് ഡെയിലി 2 മണിക്കൂർ അല്ലെ? ഡെയിലി 2 മണിക്കൂറാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അതിൽ 7 മൊഡ്യൂൾസും അതേപോലെ തന്നെ ജനറൽ പേപ്പർ 20 മാർക്കാണ്. അവിടെ കറണ്ട് അഫെയർ ചേർത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. റിനൈസൻസും കോൺസ്റ്റിറ്റ്യൂഷനും മാത്രമല്ല, കറണ്ട് അഫെയർ കൂടെ ചേർത്ത്. അത് സാധാരണ JLT പരീക്ഷയ്ക്ക് മാത്രമല്ല, HSA പോലെയുടെ സിലബസ് ഒക്കെ നോക്കിയാലും അവിടെ കറണ്ട് അഫെയർസ് കുറച്ചധികം ചോദിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പൊ അതും കൂടി ചേർത്തിട്ടാണ് ജനറൽ പേപ്പർ അടക്കമാണ് ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ അവസാന വട്ട റിവിഷന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ബൂസ്റ്റർ കോഴ്സ്. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് പരീക്ഷ തന്നെയാണ് എപ്പോഴും മുഖ്യം അല്ലെ? ആഘോഷങ്ങളൊക്കെ എത്ര ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ പഠിക്കാൻ ഉറച്ചു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ഓണക്കാലത്ത് ഓണ സമ്മാനമായിട്ടാണ് ഈ ഒരു ബൂസ്റ്റർ കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ മടി പിടിച്ചിരിക്കരുത്, ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു പരീക്ഷാകാലത്ത് അവസാന വട്ടം എന്തൊക്കെ പഠിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ ഭാഗങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് ഒരു അവസാന വട്ട ഫൈനൽ ടച്ചുമായിട്ട് ഞങ്ങൾ ഈ ഒരു ചാനലിൽ തന്നെ വരും. അപ്പോൾ മറക്കരുത്, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഓണക്കാലത്ത് ഈ ഒരു കോഴ്സ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ജോയിൻ ചെയ്യേണ്ട വേണം, പഠിക്കുകയും വേണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ.